ഹരി ഓം. ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായം, അതായത് 4-ാം സ്കന്ധത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായം. അത് 31 ശ്ലോകങ്ങളുള്ള ഒരധ്യായമാണ്. അത് പ്രചേതസ്സുകളുടെ കഥ തന്നെ മുഴുവനായിട്ട് പറഞ്ഞു തീർക്കുന്നു ഇതിനകത്ത്. മൈത്രേയ ഉവാച. ഏകത്രിംശത്തമോധ്യായ. മൈത്രേയ ഉവാച. തത ഉത്പന്ന വിജ്ഞാന അശ്വധോക്ഷജഭാഷിതം സ്മരന്താത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത്. അതിനകത്ത് തിരുത്താനൊന്നുമില്ല. അശ്വധോക്ഷജ ഭാഷിതം. അശ്വധോക്ഷജ ഭാഷിതം. മൈത്രേയൻ പറയുകയാണ്. മൈത്രേയ ഉവാച. കുറേ കാലം രാജ്യം ഭരിച്ചതിന് ശേഷം ജ്ഞാനികളായിത്തീർന്ന ഈ പ്രചേതസ്സുകൾ ഭഗവാന്റെ വാക്കിനെ മനസ്സിലാക്കി, വാക്കിനെ ഓർത്ത് മാരിഷ എന്ന ഭാര്യയെ പുത്രനെ ഏൽപ്പിച്ചിട്ട് എല്ലാം ത്യജിച്ച് സർവസംഘ പരിത്യാഗികളായിട്ട് ഗൃഹം വിട്ട് പുറപ്പെട്ടു. ഗൃഹം വിട്ട് പോയി. അങ്ങനെയാണല്ലോ ഭഗവാൻ പറഞ്ഞത്, എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് തപസ്സനായിട്ട് പോയിക്കൊള്ളുക എന്ന്. തത ഉത്പന്ന വിജ്ഞാന അശ്വധോക്ഷജ ഭാഷിതം സ്മരന്ത ആത്മജേ ഭാര്യാം. ഭാര്യയെ ആത്മജ മക്കളെ ഏൽപ്പിച്ചിട്ട് വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത്. പ്രാവ്രജൻ അത് വീട് വിട്ട് ഇറങ്ങിപ്പോയി. ദീക്ഷിത ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസാ പ്രതീച്യാം ദിശി വേലായാം സിദ്ധോഭൂത്യത്ര ജാജലിഃ. ദീക്ഷിത ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസാ പ്രതീച്യാം ദിശി വേലായാം സിദ്ധോഭൂത്യത്ര ജാജലി. ജാജലി സിദ്ധി നേടിയ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രതീരത്ത് എല്ലാം ആത്മരൂപേണ ദർശിക്കുവാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് സത്രങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ജ്ഞാന യജ്ഞങ്ങൾ ദിവസം തീർക്കാനായിട്ട് ഓരോ ദിവസവും അങ്ങനെ കഴിച്ചു കൂട്ടി. താൻ നിർജിത പ്രാണമനോപചോദൃശോ ജിതാസനാൻ ശാന്തസമാന വിഗ്രഹാൻ പരേമലേ ബ്രഹ്മണി യോജിതാത്മനഃ സുരാസുരേഡ്യോ ദദൃശേ സ്മ നാരദഃ. താൻ നിർജിത പ്രാണമനോ വചോദൃശോ ജിതാസനാൻ ശാന്തസമാന വിഗ്രഹാൻ പരേമലേ ബ്രഹ്മണി യോജിതാത്മന സുരാസുരേഡ്യോ ദദൃശേ സ്മ നാരദഃ. അവിടെ ദേവാസുരന്മാരാൽ ഒരുപോലെ പൂജിക്കപ്പെടുന്ന നാരദ മഹർഷി എല്ലാവർക്കും ഒരുപോലെ ദേവനാൽ അസുരന്മാർക്ക് പൂജ്യനായ നാരദനെ പ്രാണങ്ങൾ, മനസ്സ്, വായു, വാക്ക്, കണ്ണ് അതുപോലെ തുടങ്ങിയ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചവരും, അതുപോലെ തന്നെ ആസനജയം അതിവിടെ പറയുന്നുണ്ട്. താൻ ജിത ആസനാൻ, ആസനത്തെ ജയിച്ചവൻ. ആസനജയം എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഒരിടത്തിരിക്കുമ്പോൾ നമ്മൾ അനങ്ങാതെ ഇരിക്കാൻ പറ്റുക എന്നുള്ളത്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, ശ്രദ്ധ പോവുക, അങ്ങനെയൊക്കെ വരികയില്ലേ. ശാരീരികമായ ബുദ്ധിമുട്ടല്ലാതെ തന്നെ ചിലരെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന, ഇരിപ്പുറയ്ക്കാതെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നും, നടക്കുമ്പോൾ പിന്നെയും ഇരിക്കണമെന്ന് തോന്നും. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. അവരൊക്കെ മാനസികമായിട്ട് ഒരു ചഞ്ചലമായിരിക്കും. അവരുടെ ആസനജയം ഇല്ലാത്തവരായിരിക്കും. അത് ആചാര്യന്മാരിങ്ങനെ പറയാറുണ്ട്. ശ്രദ്ധയോടെ കുറച്ച് നേരം അനങ്ങാതെ ധ്യാനമൊക്കെ പരിശീലിക്കുന്നവർക്കത് എളുപ്പത്തിൽ പറ്റും. അനങ്ങാതെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റില്ല. കണ്ണും കൈയും മനസ്സും എല്ലാം ഒരിടത്ത് ഉറപ്പിച്ച് കുറച്ച് നേരം ചുമ്മാതെ ചിന്തകൾ എവിടെയെങ്കിലും പോട്ടെ മനസ്സ്. പക്ഷേ ശരീരത്തിനെ നമുക്ക് ഒന്ന് അനക്കാതെ ഇരുത്താൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമല്ലേ. അതുപോലും പറ്റാത്തവർ, ആസനജയം നേടിയിട്ടുള്ളവരും പിന്നെ അതുപോലെ ശാന്ത മനസ്സോടുകൂടിയും അതുമായ പ്രജാസസ്സുകളെ കണ്ടു നാരദർ.
തമാഗതം സ്ത ഉദ്ധായ പ്രണിപത്യാഭിനന്ദ്യ ച പൂജയിത്വാ യഥാദേശം സുഖാസീനം അഥാബ്രുവൻ. നാരദരെ കണ്ട ഉടനെ എഴുന്നേറ്റ് നമസ്കരിച്ച് അഭിവാദ്യം ചെയ്ത് വിധിപൂർവം പൂജിച്ച ശേഷം അദ്ദേഹത്തിന് ഇരിക്കാൻ സുഖം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? പ്രജേതസ ഊജു. പ്രജേതസുകൾ പറയുക നാരദരോട്, സ്വാഗതം തേ സുരർഷേദ്യ സുരർഷേദ്യ ദിഷ്ട്യാ നോ ദർശനം ഗതഃ തവ ചംക്രമണം ബ്രഹ്മൻ അഭയായ യഥാരവേ. തവ ചംക്രമണം ബ്രഹ്മൻ എന്ന് നിർത്തുക, പിന്നെ അഭയായ യഥാരവേ. അല്ലയോ ദേവർഷേ, അങ്ങേക്ക് സ്വാഗതം, അങ്ങയെ വെൽക്കം ചെയ്തു. ഞങ്ങളുടെ ഭാഗ്യത്താൽ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിച്ചു. അതുകൊണ്ട് ഈ അങ്ങയുടെ സഞ്ചാരം സൂര്യൻ്റെ സഞ്ചാരം പോലെയാണ്. എന്നുവെച്ചാൽ ലോകത്തിന് എപ്പോഴും അഭയത്തെ കൊടുക്കുന്നതാണ് അങ്ങയുടെ ഈ നടപ്പ്. ഒരിക്കലും ഒരിടത്തും ഇരിക്കുന്നില്ല, സൂര്യനും അതുപോലെ നടന്നുകൊണ്ടിരിക്കുക, എല്ലാവർക്കും ഗുണം ചെയ്തുകൊണ്ട് മാത്രം. യഥാദിഷ്ടം ഭഗവതാ ശിവേനാധോക്ഷജേന ച തദ്ഗൃഹേഷു പ്രസക്താനാം പ്രായശക്ഷപിതം പ്രഭോ. അല്ലയോ പ്രഭോ, ഭഗവാനായ പരമേശ്വരന് അതായത് മഹാദേവന് പോലും ഇന്ദ്രിയജന്യ ജ്ഞാനാതീതനായ വിഷ്ണുവിനാലും യാതൊന്ന് ഉപദേശിക്കപ്പെട്ടുവോ. അതായത് രണ്ടുപേരുടെയും ഉപദേശങ്ങൾ കിട്ടിയവരായി ഇവർ. ആ ഗൃഹസ്ഥരായ ഞങ്ങൾ അത് മറന്നു. രണ്ടുപേരുടെ ഉപദേശം കിട്ടിയ ഞങ്ങൾ ആ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞപ്പോൾ പലതും മറന്നുപോയി. തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം തത്വാർത്ഥ ദർശനം. തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം എന്ന് വായിക്കണം കേട്ടോ. തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം തത്വാർത്ഥ ദർശനം. അധ്യാത്മ കഴിഞ്ഞിട്ടൊരു പോസാകാം, പക്ഷേ ആ വാക്കുകൾ ഒന്നിച്ചാ. തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം തത്വാർത്ഥ ദർശനം ഏന അഞ്ജസ തരിഷ്യാമോ ദുസ്തരം ഭവസാഗരം. ഈ തത്വാർത്ഥത്തെ ദർശിക്കുന്നതായിട്ടുള്ള ആധ്യാത്മജ്ഞാനം ഞങ്ങൾക്കൊന്നുകൂടെ കാണിച്ചു തരിക, കാട്ടിത്തരിക. അതിലൂടെ ഞങ്ങൾ ഈ വളരെ ദുർഘടമായ ഈ സംസാരസാഗരത്തെ, സംസാരമാകുന്ന ഈ കടലിനെ ഞങ്ങളൊന്ന് കടക്കട്ടെ. മൈത്രേയ ഉവാച ഇതി പ്രചേതസാം പൃഷ്ടോ ഭഗവാൻ നാരദോ മുനിഃ ഭഗവത്യുത്തമശ്ലോക ആവിഷ്ടാത്മാബ്രവീൻ നൃപാൻ. ഇങ്ങനെ ആ പ്രചേതസ്സുകൾ ചോദിച്ചതിന് അനുസരിച്ചിട്ട് നാരദര് ആ പുണ്യകീർത്തിയായ ഭഗവാനിൽ തന്നെ മനസ്സ് ലയിപ്പിച്ച് ഈ രാജാക്കന്മാരായ പ്രചേതസ്സുകളോട് ഇങ്ങനെ പറഞ്ഞു. നാരദ ഉവാച തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വരഃ. തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വരഃ. യാതൊന്നിനാൽ സർവാത്മാവും സർവശക്തനും എല്ലാ വാസനകളെയും നശിപ്പിക്കുന്നവനുമായ ഭഗവാൻ മനുഷ്യരാൽ സേവിക്കപ്പെടുന്നു. അതാണ് ജന്മം, അതാണ് കർമ്മം, അതാണ് ആയുസ്, അതാണ് മനസ്സ്, അതാണ് വാക്ക്. അതാണ് പറഞ്ഞത്. തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വര. ആ ഹരിയെ സേവിക്കുന്നവനാരാണോ അവന് മനുഷ്യരാൽ സേവിക്കപ്പെടുന്നു ഭഗവാൻ. അതാണ് ആ ആളിൻ്റെ ജന്മം, കർമ്മം, ആയുസ്, മനസ്സ്, വാക്കെല്ലാം. ആ സർവശക്തനായ സർവ വാസന നാശകനുമായ ഈ വാസനകളെ എല്ലാം തീർക്കുന്നവനുമായ ഭഗവാൻ മനുഷ്യരാൽ സേവിക്കപ്പെടുന്നു. ശ്രുതേ കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ലസാവിത്രയാജ്ഞികൈഃ കർമ്മഭിർവാത്രയീ പ്രോക്തൈഃ പുംസോപി വിബുധായുഷാ. കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ലസാവിത്രയാജ്ഞികൈഃ കർമ്മഭിർവാത്രയീ പ്രോക്തൈഃ പുംസോപി വിബുധായുഷാ. മനുഷ്യന് വളരെ ഉത്കൃഷ്ടമായ ഒരു കുലത്തിൽ ജന്മം, അതുപോലെ ഉപനയനാദി സംസ്കാരം, യജ്ഞത്തിന് ദീക്ഷ സ്വീകരിക്കുക, ഇങ്ങനെ 3 തരത്തിലുള്ള ജന്മങ്ങൾ കൊണ്ട്, അതായത്
മനുഷ്യൻ ഉത്കൃഷ്ട കുലത്തിൽ ജനിക്കുക അത് തന്നെ ഒരു പുണ്യം. പിന്നെ ഉപനയനാത് അപ്പോഴാണ് ദ്വിജനാകുന്നത്. രണ്ട് ജന്മമുണ്ടെന്ന്. യജ്ഞദീക്ഷ ഏതെങ്കിലും യജ്ഞത്തിന് ദീക്ഷ സ്വീകരിക്കുക. അങ്ങനെ 3 തരത്തിലുള്ള ജന്മം ആണ്. 3 ജന്മം. ഒന്ന് സാധാരണ കുലത്തിൽ ഒരു ഉന്നത കുലത്തിൽ ജനിക്കുക, 2 ഉപനയനം ചെയ്യുമ്പോൾ 2ാമത്തെ ജന്മം, 3ാമത്തെ ജന്മം യജ്ഞദീക്ഷ. അങ്ങനെ 3 ജന്മങ്ങൾ. തരത്തിലുള്ള ജന്മങ്ങൾ കൊണ്ട് എന്ത് കാര്യമാണ് ഇവിടെയുള്ളത്? വേദോക്തങ്ങളായ കർമ്മങ്ങൾ കൊണ്ട് എന്ത് കാര്യം? ദേവന്മാരെ പോലെ ദീർഘായുസ് കൊണ്ടും എന്താണ് പ്രയോജനം? നാരദര് പറയാം, അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ശ്രുതേന തപസാ വാകിം വജോഭിശ്ചിത്തവൃത്തിഭിഃ ബുദ്ധ്യാ വാകിം നിപുണയാ ബലേനേന്ദ്രിയരാധസ. ശ്രുതേന തപസാ വാകിം വജോഭിശ്ചിത്തവൃത്തിഭിഃ ബുദ്ധ്യാ വാകിം നിപുണയാ ബലേനേന്ദ്രിയരാധസ. വേദശാസ്ത്രാഭ്യാസം കൊണ്ടും തപസ് കൊണ്ടും എന്താണ് കാര്യം? അതുപോലെ വളരെ വാഗ്മിയായതുകൊണ്ടും അതുപോലെ മനസ്സിനെ അടക്കി നിർത്തിയവനായതുകൊണ്ടും എന്ത് ഗുണം? സൂക്ഷ്മ ബുദ്ധിയോ ശരീരശക്തിയും ഇന്ദ്രിയങ്ങൾക്കെല്ലാം നല്ല ശക്തിയും എന്നിവ കൊണ്ട് എന്ത് കാര്യം? ശ്രേയസാമപി ഒന്നുകൂടെ 12ാമത്തെ കിം വാ യോഗേന സാഖ്യേന ന്യാസസ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിരന്യൈശ്ച ന യത്ര ആത്മപ്രദോ ഹരിഃ. കിം വാ യോഗേന സാഖ്യേന ന്യാസസ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിരന്യൈശ്ച ന യത്ര ആത്മപ്രദോ ഹരിഃ. നിത്യാനന്ദപ്രദനായ ഹരി എവിടെയില്ല, അവിടെ യോഗം കൊണ്ടോ സാഖ്യ പരിശീലനം കൊണ്ടോ ന്യാസസ്വാധ്യായങ്ങൾ കൊണ്ടോ വേദങ്ങൾ പഠിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഭഗവാൻ അവിടെ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഭഗവാനെ ആദ്യം കൊണ്ട് വെക്കണം, എന്നിട്ട് വേണം. ഭഗവാനെ വെക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അത്രയേ ഉള്ളൂ. യഥാതരോർമൂല എന്നല്ല 13ാമത്തെ ശ്രേയസാമപി സർവേഷാം ആത്മാ അവധിരർത്ഥതഃ സർവേഷാമപി ഭൂതാനാം ഹരിരാത്മാത്മദഃ പ്രിയഃ. എല്ലാ ശ്രേയസ്സുകളുടെയും അതുപോലെ പരമാർത്ഥം ആണ് ഭഗവാന്റെ ആ പരമകാഷ്ഠ. അത് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും പരമമായ ഇരിപ്പ്, അതിൻ്റെ സ്ഥാനം ഏതാണ്? ആത്മാവാണ്. എല്ലാ പ്രാണികൾക്കും എല്ലാ ജീവികൾക്കും ആത്മാവും ആത്മസ്വരൂപത്തെ പ്രദാനം ചെയ്യുന്നവനും ആരാണ്? അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനും ഭഗവാൻ തന്നെ. ഭഗവാനാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ. 14 യഥാ തരോർമൂലനിഷേചനേന തൃപ്യന്തി തത് സ്കന്ധഭുജോപശാഖാഃ പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. തൃപ്യന്തി തത് സ്കന്ധഭുജോപശാഖാ പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ. ആ വൃക്ഷത്തിൻ്റെ യഥാ തരോർമൂല നിഷേചനേന തരു വൃക്ഷം, തരുവിൻ്റെ മൂലം കടയ്ക്കൽ നനയ്ക്കുന്നത് കൊണ്ട്, നിഷേചനേന അതിൻ്റെ തടിയും ബാക്കി ശാഖകളും അതുപോലെ തന്നെ ഇലകളും പുഷ്പങ്ങളുമെല്ലാം നന്നായി വളരും ഇല്ലേ? അതുകൊണ്ട് അതിന് ഒരു വളർച്ച ഉണ്ടാകും, നല്ല പൂക്കളുണ്ടാകും, അതിൽ നല്ല ഇലകളുണ്ടാകും. എവിടെ വെള്ളം ഒഴിക്കുന്നത്? കടയ്ക്കലാണ് അല്ലേ? താഴെ വെള്ളം, നമ്മൾ ആ ചെടിയുടെ കടയ്ക്കലാണ് വെള്ളം ഒഴിക്കുന്നത്. മൊത്തമായിട്ടൊന്നും ഒഴിക്കുന്നില്ല, ഓരോ ഇലകളെ എടുത്ത് നനയ്ക്കുന്നില്ല. കടയ്ക്കൽ വെള്ളം ഒഴിച്ചാൽ മതി. അതിൻ്റെ വേര് ഇരിക്കുന്ന ഭാഗത്ത് താഴെ വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ സ്വാഭാവികമായിട്ടത് മുകളിലോട്ട് പോയി ഇലകളും പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് നമുക്കത് തരും. അതുപോലെ അതിൻ്റെ തടി വണ്ണം വെക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ ഭഗവത് ആരാധനം കൊണ്ട് ഈ പറഞ്ഞ ബാക്കിയുള്ള സകല സാധനങ്ങളും അവിടെയോട്ട് വന്നു ചേർന്ന് കൊള്ളും. ഏതത്പദം യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ.
ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാഹരാവേവ ഗുണപ്രവാഹ. അതിനകത്തൊന്നും പദം പിരിക്കാനൊന്നുമില്ല. സൂര്യനിൽ നിന്ന് മഴ മൂലം ജലമുണ്ടാകുന്നു. വേനൽക്കാലത്ത് അവിടെ തന്നെ അത് ലയിക്കുകയും ചെയ്യുന്നത് പോലെ സ്ഥാവര ജംഗമ ശരീരങ്ങൾ മണ്ണിൽ നിന്നുണ്ടായി മണ്ണിൽ ചേരുന്നത് പോലെ. അത് നമ്മൾ പറയുന്നത് മണ്ണായിട്ടുള്ള ശരീരം മണ്ണിലോട്ട് തന്നെ പോകുന്നെന്ന്. അചേതന പ്രപഞ്ചം, ചേതനയുള്ളതും ചേതനയില്ലാത്തതുമായ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ നിന്നുണ്ടാവുകയും അവിടെ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. നാരദർ വളരെ ചുരുക്കി ആ തത്വാർത്ഥത്തെ, ആത്മതത്വത്തെ പറയുക. ഏതത് പദം തജ്ജഗദാത്മനഃപരം സഹൃദ് വിഭാതം സവിതുർയഥാ പ്രഭ യഥാസവോ ജാഗ്രതി സുപ്തശക്തയോ ദ്രവ്യക്രിയ ജ്ഞാനഭിദാഭ്രമാത്യയഃ ദ്രവ്യക്രിയാജ്ഞാനഭിദാഭ്രമാത്യയഃ. ഈ പ്രപഞ്ചം, ഏതത് പദം തജ്ജഗത്, ഈ ജഗത്ത് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ഈ കാണുന്ന ജഗത്ത്. സൂര്യനിൽ നിന്ന് പ്രഭ വേറെയില്ല. പ്രഭ വേറെയും സൂര്യൻ വേറെയുമാണോ? അല്ല, സൂര്യൻ തന്നെ പ്രഭയാണ്. അതുകൊണ്ട് ജാഗ്രത്തിൽ, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുന്നു. ഉറങ്ങുമ്പോഴോ അത് അവ്യക്തങ്ങളായിത്തീരുന്നു. അതൊന്നും ശരിക്കും പ്രവർത്തിക്കുന്നില്ല ഇന്ദ്രിയങ്ങൾ. ഭഗവാൻ 3 വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന്, അതിന് കാരണമായ ഭേദഭ്രമത്തിൽ നിന്നും അതീതനാകുന്നു. എല്ലാത്തിനും നിന്നും ഭഗവാൻ അഭേദമായിട്ട് നിൽക്കുന്നു. യഥാ നഭസ്യ ഭ്രതമപ്രകാശ ഭവന്തി ഭൂപ ന ഭവന്ത്യനുക്രമാത് ഏവം പരേ ബ്രഹ്മണി ശക്തയസ്ത്വമോ രജസ്തമ സത്വമിതി പ്രവാഹ. യഥാ നഭസ്യ അഭ്രതമപ്രകാശ ഭവന്തി ഭൂപ ന ഭവന്ത്യനുക്രമാത് ഏവം പരേ ബ്രഹ്മണി ശക്തയസ്ത്വമോ രജസ്തമ സത്വമിതി പ്രവാഹ. അതുകൊണ്ട് അല്ലയോ പ്രതേജസ്സുകളെ, ഈ ആകാശത്തിൽ ഇടയ്ക്ക് മേഘങ്ങളും ഇടയ്ക്ക് ഇരുട്ടും ഇടയ്ക്ക് പ്രകാശവും മാറി മാറി വരുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലേ? എങ്ങനെയാണോ അത് അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ഈ പരാത്പരമായ ഈ ബ്രഹ്മത്തിൽ രജ, സത്വ, തമസ് ഈ ശക്തികൾ ഉണ്ടാവുകയും ഇടയ്ക്കിടയ്ക്ക് നശിക്കുകയും ചെയ്യുന്നു. സംസാരാദികളും അങ്ങനെ തന്നെയാണ്. ഈ ഗുണങ്ങളും, ത്രിഗുണങ്ങൾ, സത്വം, രജസ, തമസ് എന്നുള്ള ത്രിഗുണങ്ങളും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. തേനൈക്യമാത്മാനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം നാക്കുക. ആത്മൈക്യഭാവേന ഭജധ്വമദ്ധ. പ്രവാഹം നാക്കണം. അതുമാത്രമേ അവിടെ ഒന്ന് പിരിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ എല്ലാ ജീവജാലങ്ങളിലും ഒരേ സമയം ഒരേ ആത്മാവായും കാലമായും എല്ലാത്തിലും പ്രധാനമായും എല്ലാത്തിനും നാഥനായും, അതായത് എല്ലാത്തിനും കർത്താവായിട്ട്, എല്ലാം ചെയ്യുന്നത് ആരാണോ അത് ഭഗവാനാണ്. അത് കർത്താവായിട്ടും സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാന്റെ തേജസ്സിനാൽ ഗുണപ്രവാഹമൊക്കെ ദൂരീകരിച്ച്, അതായത് ഈ ത്രിഗുണങ്ങളെയൊക്കെ ദൂരീകരിച്ച് അത് മാറുന്നതിനെ മാറ്റിവിട്ടിട്ട്, സത്വം, തമസ, രജസ് ഈ ഗുണങ്ങളെ മാറ്റിവിട്ടിട്ട് വർത്തിക്കുന്നവനായ ഭഗവാനെ തന്നെ തൻ്റെ ആത്മാവാണ് എന്നുള്ള ഭാവത്തിൽ അതിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഭജിക്കുക, അതിനെ ചിന്തിക്കുക. തേനൈക്യമാത്മാനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസാ ധ്വസ്തഗുണപ്രവാഹം ആത്മൈക്യഭാവേന ഭജത്വമദ്ധാ ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേന വാ സർവേന്ദ്രിയോപശാന്ത്യ ച തുഷ്യത്യാശു ജനാർദ്ദന. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേന വാ
സർവേന്ദ്രിയോപശാന്ത്യ ച തുഷ്യത്യാശു ജനാർദ്ദനാം. അതുകൊണ്ട് സർവ പ്രാണികളിലും ഉള്ള ദയ കൊണ്ടും എന്ത് കിട്ടിയാലും സന്തോഷമാകുന്നതും മതി ആകുന്നതും സ്വഭാവം കൊണ്ടും എല്ലാ ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ കൊണ്ടും ജനാർദ്ദനൻ വേഗം സന്തോഷിക്കുന്നു, ഭഗവാൻ വേഗം സന്തോഷിക്കുന്നു. എല്ലാ ജീവികളിലും ഉള്ളൊരു ദയാഭാവം അത് എവിടെയും പറയുന്നുണ്ട് അങ്ങനെ കേട്ടോ. അപഹത സകല ഇഷണാമലാത്മനി അവിരതമേധിത ഭാവനോപഹൂതഃ നിജ ജനവശഗത്വമാത്മനോയഃ ആത്മനോയൻ ന സരതി ഛിദ്രവദക്ഷരസദാം ഹേ. അപഹത സകലൈഷണാമലാത്മനി അവിരത ആത്മനി നഖ പിന്നെ അവിരത മേധിത ഭാവനോപഹൂതഃ നിജ ആത്മനോയൻ ന സരതി ഛിദ്രവത് അക്ഷര സദാം ഹി. അതുപോലെ സജ്ജനങ്ങളുടെ ഏഷണാത്രയമില്ലാതായതിനാൽ വിശുദ്ധമായ മനസ്സിൽ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ ധ്യാനം കൊണ്ട് ഭഗവാൻ തൻ്റെ ഭക്തർക്ക് അധീനനായിട്ട് അവിടെ തൻ്റെ ഭക്തർക്ക് അധീനനാണ് ഭഗവാൻ. നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തനെ ഞാൻ നശിക്കാൻ വിടുകയില്ല, എൻ്റെ ഭക്തനെ ഞാൻ എന്നും കൈപിടിച്ച് കയറ്റും എന്നാണ് പറഞ്ഞത്. അത് തന്നെ ഇവിടെ ഇത് പറയുന്നത്. തൻ്റെ ഭക്തർക്ക് അധീനനാണ്, ഭക്തപരാധീനനാണ് ഭഗവാൻ. ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഭഗവാനോടൊരു തെറ്റ് ചെയ്താൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ഭഗവാൻ ക്ഷമിക്കും. എന്തെങ്കിലും ഭഗവാനെ കുറിച്ച് ഇത് പറയുകയോ ഒക്കെ ചെയ്താൽ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും, അങ്ങനെ ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാരെ, അതിനെ വിശ്വസിക്കുന്നവരെ, ഭഗവാനെ വിശ്വസിക്കുന്നവരെ കളിയാക്കുന്നവരെ, അവർക്ക് വേദനയുണ്ടാക്കുന്നവരെ ഭഗവാൻ വെറുതെ വിടുകയില്ലെന്നാണ് ഒരുപാട് ആചാര്യന്മാർ ഇത് ആവർത്തിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ഭഗവാന് സ്വന്തമായിട്ട് ഭഗവാനെ എന്ത് ചെയ്ത് നമ്മൾ അധിക്ഷേപിച്ചാൽ ഭഗവാൻ ക്ഷമിക്കും, നമ്മളോട് ക്ഷമിക്കും. പക്ഷേ തൻ്റെ ഭക്തരെ കളിയാക്കുന്നത് അല്ലെങ്കിൽ ഭക്തരെ അപമാനിക്കുന്നത്, വേദനിപ്പിക്കുന്നതൊന്നും ഭഗവാൻ സഹിക്കില്ല. അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തരോട് ദയവ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറയത്തില്ലേ ചിലർ, എന്ന വാദികളാണ് യുക്തിവാദികളൊക്കെ. യുക്തിവാദത്തിനൊന്നും ദയവ് ചെയ്ത് നിൽക്കാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് കുറേ ഇതെല്ലാം പഠിച്ചവരാണെങ്കിൽ കൂടി ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇതൊന്നുമില്ല എന്ന് പറയും. ഉണ്ട്, എല്ലാം ഉണ്ട്. കാരണം നമ്മൾക്ക് പലതും അനുഭവങ്ങളാകുമ്പം നമ്മളത് നിസ്സാരമാക്കി തള്ളിക്കളയും. അതങ്ങനെ വന്നു, സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടായതാണെന്ന് പറയും. എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് വന്നാൽ ഭഗവാന് കുറ്റമായിരിക്കും അല്ലേ. ദൈവത്തെ വിളിച്ചുകൊണ്ടൊക്കെ ഒത്തിരി നടന്ന എന്നിട്ട് തന്നെ കിട്ടിയതെന്ന് പറയും. അങ്ങനെയും പറയുന്നുണ്ട് അല്ലേ. അപ്പം അതൊന്നും അല്ല. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് എല്ലാം അത് കണക്ക് ചോദിച്ചിരിക്കുമെന്നുള്ളൊരു പറച്ചിലുണ്ട്. അതുകൊണ്ട് അത് ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഭഗവത് ഭക്തന്മാരെന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിത്യേന അമ്പലത്തിൽ പോയി ഇങ്ങനെ അങ്ങനെ നമ്മൾ കാണുന്നതല്ല. അല്ലാതെ ഇപ്പം വലിയ ഭക്തർ, മതാനന്ദമയി ദേവി, പിന്നെ സത്യസായി ബാബ, ശ്രുതി സായി ബാബ, അങ്ങനെയൊക്കെ ഇല്ലേ, ശ്രുതി സായി, അങ്ങനെ ഒരുപാട് സിദ്ധന്മാരായിട്ടുള്ളവർ, ഭഗവാനെ കണ്ടവർ, ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെ നിത്യം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഒരുപാട് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, വിവേകാനന്ദ സ്വാമിജി, ഇപ്പോൾ ചിന്മയാനന്ദ സ്വാമിജി, നമ്മളുടെ സ്വാമിജി, അവരെല്ലാവരും അവരെയൊക്കെ നമ്മൾ വിമർശിക്കാൻ നമ്മളാരുമല്ലല്ലോ. അപ്പോൾ അവരെയൊക്കെ വിമർശിക്കുകയും അവരെയൊക്കെ കളിയാക്കുകയും അവരെയൊക്കെ വേദനിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെ നല്ല പണി കൊടുക്കും ഭഗവാൻ എന്ന് വ്യക്തമായിട്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് നാരദർ പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല. അപഹത സകലൈഷണാമലാത്മനി അവിരതമേധിത ഭാവനോപഹൂതഃ നിജജനവശഗത്വമാത്മനോ യൻ ന സരതി ഛിദ്രവദക്ഷര സദാം ഹേ. അതുകൊണ്ട് സജ്ജനങ്ങളെ
വിശുദ്ധമായ മനസ്സിൽ നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ ധ്യാനത്താൽ ആഹ്വാനം ഒക്കെ ചെയ്യപ്പെട്ടിട്ട് ഭഗവാൻ തൻ്റെ ഭക്തർക്ക് അധീനനായി, ഭക്തർക്ക് ഭക്തർ പരാധീനനായിട്ട് അവിടെ ആകാശം പോലെ പിന്നെ ഒരിക്കലും അവിടെ നിന്ന് പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ പോകുന്നേയില്ല, അവിടെ തന്നെ ഇരിക്കുന്നു, അവിടെ തന്നെ ഉണ്ട്. നഭജതി കുമനീഷിണാം സയുജ്യാം ഹരിരധനാത്മ ധനപ്രിയോ രസജ്ഞഃ ശ്രുതധനകുലകർമ്മണാം മദൈര്യേ വിദധതി പാപമകിഞ്ചനേഷു സൽസോ. നഭജതി കുമനീഷിണാം സയുജ്യാം ഹരിരധനാത്മധനപ്രിയോ രസജ്ഞഃ ശ്രുതധനകുലകർമ്മണാം മദൈര്യേ വിദധതി പാപമകിഞ്ചനേഷു സൽസോ. അതുകൊണ്ട് അധ്യയനം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ധനം, അതുപോലെ നല്ല ഉയർന്ന കുലം, കർമ്മങ്ങൾ എന്നിവ കൊണ്ടുണ്ടാകുന്ന നാനാവിധ മതം എന്ന് വെച്ചാൽ അഹങ്കാരം, മതം ഉണ്ടാകുക എന്ന് പറയും. ഭയങ്കര ഞാൻ വലിയ കേമനാന്നുള്ള അത് അങ്ങനെയുള്ള മതങ്ങളാൽ ഒരു നിസ്പൃഹരായ സജ്ജനങ്ങളിൽ ദ്രോഹം ചെയ്യുന്നവർ ചെയ്യുന്ന പൂജയെ ധനത്തിൽ അനാസക്തരും ധനന്മാരെന്ന് പറഞ്ഞാൽ ഭക്തന്മാരിൽ പ്രിയമുള്ളവനും ഭക്തി രസജ്ഞനുമായ ഭഗവാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഈ മതം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, പൂജ, അധ്യയനം, ധനം, സൽക്കുലം, കർമ്മങ്ങൾ എന്നിവ കൊണ്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ കൊണ്ട് മതമുണ്ടായ ആ മതങ്ങളാൽ, ആ ഗർവാൽ, അഹങ്കാരത്താൽ സജ്ജനങ്ങളെ ദ്രോഹം ചെയ്യുന്നവർ ചെയ്യുന്ന പൂജയെ, അവരോട്, അതായത് ഭക്തരോട് സജ്ജനങ്ങളായിട്ടുള്ള ഭക്തരോട് ദ്രോഹം ചെയ്യുന്നവർ ചെയ്യുന്ന പൂജയെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഭക്തന്മാരോട് നിന്ദ്യ കാണിക്കുന്ന, അവരെ അപമാനിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന എന്തൊക്കെ പൂജകൾ ചെയ്താലും എന്തൊക്കെ വഴിപാടുകൾ ചെയ്താലും ആ പൂജയെ ഭഗവാൻ പ്രിയമുള്ളവനും ഭക്തി രസജ്ഞനുമായ ഭക്തന്മാരിൽ ഭഗവാൻ രസിക്കുന്നവനാണ്. ഭക്തന്മാരുടെ ആ ഭക്തിയിൽ രസിക്കുന്നവനായ ഭഗവാൻ, പ്രിയമുള്ളവനായ ഭഗവാൻ പൂജയെ സ്വീകരിക്കുകയില്ല. അത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞത് രണ്ട് ശ്ലോകങ്ങളിൽ ഒന്ന് തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ ഭക്തന്മാരെ ദ്രോഹിക്കുന്നവരെ അവരുടെ പൂജയെ ഭഗവാൻ സ്വീകരിക്കുകയില്ല. എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ഒരു പ്രയോജനവുമില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഭഗവാന് വേണ്ടിയിട്ട് വലിയ ഒരുപാട് പൈസ മുടക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്താലും ഭഗവാന്റെ ഭക്തന്മാരെ കളിയാക്കുന്നവരെ, ദ്രോഹിക്കുന്നവരെ, നിന്ദിക്കുന്നവരെ, അപമാനിക്കുന്നവരെ, അപഹസിക്കുന്നവരെ, വേദനിപ്പിക്കുന്നവരെ, അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന പൂജയെ ഭഗവാൻ സ്വീകരിക്കുകയേയില്ല. ശ്രിയമനുചരതീം തദർദ്ധിനശ്ച അനുചരതീം തദർദ്ധിനശ്ച ദ്വിപദപദീൻ വിബുധാംശ്ച യസ്വപൂർണഃ ന ഭജതി നിജഭൃത്യവർഗതന്ത്രഃ ഉദ്വിസൃജേത് പുമാൻ കൃതജ്ഞ. ഉദ്വിസൃജേത്. ഒന്നുകൂടെ നോക്കിക്കോട്ടെ. എത്രാമത്തെ ശ്ലോകം? 20-ാമത്തെ അല്ലേ? നോക്കട്ടെ. നമ്മുടെ കഥമാമം ഉദ്വിസൃജേത വാക്കങ്ങനെ തന്നെയാണ്. അതൊന്നുകൂടെ ഒന്ന് ഒരു ഇതായിരുന്നല്ലോ. നമോ
നവ്യവത് ഹൃദയല്ലോ 31 അല്ലേ, 31 ഇതിനകത്താണ്. ഒന്നുകൂടെ നോക്കട്ടെ, ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ടത് ശരിക്കും അത് നമുക്കത് ക്ലിയറാക്കി പോകണമല്ലോ. അവിടെ എന്നതാ വാക്കെന്ന് ശ്രീയമാനുസരതീം തദർദ്ധനിശ്ച ദ്വിപദപദീൻ വിബുധാംശ്ച യത് സ്വപൂർണ്ണഃ ന ഭജതി നിജഭൃത്യവർഗതന്ത്ര കഥമമും ഉദ്വിസൃജേത് പുമാൻ കൃതജ്ഞഃ. വാക്കുകൾ ഞാനൊന്ന് വായിക്കാമേ. സ്വപൂർണ്ണ, സ്വതേ തന്നെ പൂർണ്ണനും, നിജഭൃത്യവർഗതന്ത്ര ഭക്താധീനനുമായവൻ, അനുസരതയും ആശ്രയിച്ചിരിക്കുന്ന, ശ്രിയം ശ്രീദേവിയെയും അതായത് മഹാലക്ഷ്മിയെയും, തദർദ്ധിന ആ ലക്ഷ്മിയെ ആഗ്രഹിക്കുന്ന, അതായത് ധനത്തെ ആഗ്രഹിക്കുന്ന, ദ്വിപദപതീൻ രാജാക്കന്മാരെയും, വിബുധാൻ ദേവന്മാരെയും, ന ഭജതി സ്വീകരിക്കുന്നില്ല, പുമാൻ പുരുഷൻ, കൃതജ്ഞ ഉപകാരം അറിയുന്നവനാണെങ്കിൽ, അമും ഇവനെ, കഥം ഉദ്വിസൃജേത്. അമും എന്നുള്ള വാക്കാണ് അവിടെ നമുക്കൊരു സംശയം വന്നത്. കഥമമും ഉദ്വിസൃജേത് പുമാൻ കൃതജ്ഞ. അപ്പം അത് പിന്നെ മാർജിനിൽ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോ. കഥമമും ഉദ്വിസൃജേത്, ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അർത്ഥം. അവിടെ ഈ ഭഗവാന്റെ ആത്മാനന്ദം പരിപൂർണനാണോ, അതുമൂലം തൻ്റെ ഭക്ത സംഘത്തിന് അധീനനായി തന്നെ സേവിക്കുന്ന ലക്ഷ്മിയെയും, പിന്നെ എല്ലാ കാമം ഉള്ളവരായ രാജാക്കന്മാരെയും അതുപോലെ ദേവന്മാരെയും തന്നെ അത്രയൊന്നും ആദരിക്കാറില്ല. ആരെ ആദരിക്കുന്ന പോലെ, ഭക്തരെ ആദരിക്കുന്ന പോലെ. ആ നിലയ്ക്ക് കൃതജ്ഞനായ ഏതൊരു വ്യക്തി അദ്ദേഹത്തെ സ്വല്പം നേരത്തേക്കെങ്കിലും ആണെങ്കിലും അനുസ്മരിക്കാതിരിക്കും. മൈത്രേയനിപ്പം പിന്നെ അതിന് മറുപടിയായി മൈത്രേയൻ പറയുക. അപ്പോൾ പറഞ്ഞത് ഭക്തന്മാർക്ക് അധീനനാണ് ഭഗവാനെ ഇവിടെ ധരിക്കുക. നിങ്ങൾ ഈ 3-4 ശ്ലോകത്തിൽ നിന്ന് നാരദർ പറഞ്ഞതാണ്. ഭക്തന്മാരോട് ഭഗവാന് ഭയങ്കര താല്പര്യമാണ്. അവരെ ഉപദ്രവിക്കുന്നവരെ ഭഗവാനെ അവർ നല്ലത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കുകയില്ല. ഇതി മൈത്രേയോവാച ഇതി പ്രചേതസോ രാജൻ അന്യാശ്ച ഭഗവത് കഥാഃ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയൗ സ്വായംഭുവോ മുനി. അങ്ങനെ പ്രചേതസ്സുകളെ ഭഗവാന്റെ അതിശയമായ മഹിമയും ഭഗവാന്റെ കളികളും കേൾപ്പിച്ച് ബ്രഹ്മപുത്രനായ നാരദൻ തിരിച്ച് ബ്രഹ്മലോകത്തേക്ക് തന്നെ പോയി. തേപി തന്മുഖനിര്യാതം യശോ ലോകമലാപഹം ഹരേർനിശമ്യ തത്പാദം ധ്യായന്ത തദ്ഗതിം യയോ. ധ്യായന്ത സ വെട്ടിക്കളഞ്ഞേരെ തദ്ഗതിം യയോ എന്നങ്ങ് വായിച്ചാൽ മതി. അല്ലെ സ ഒക്കെ വായിക്കാൻ പോയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നാരദരുടെ മുഖത്തു നിന്ന് വന്നതും സർവ്വ ലോകങ്ങളുടെയും പാപം നശിപ്പിക്കുന്നതുമായ ഭഗവാന്റെ പുണ്യകഥ കീർത്തികൾ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പാദം തന്നെ ധ്യാനിച്ചുകൊണ്ട് മുക്തരായി. ഏതത്തെ വിഹിതം ക്ഷത്തർ യന്മാം ത്വം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. അതുകൊണ്ട് അല്ലയോ വിതുര, അങ്ങ് എന്നോട് ചോദിച്ചതനുസരിച്ച് പ്രചേതസ്സുകളുടെയും നാരദൻ്റെയും തമ്മിലുള്ള ആ സംവാദ രൂപത്തിലുള്ള ആ സർവക്ലേശ നാശകരമായ ആ ഭഗവാന്റെ ദിവ്യ ഗുണങ്ങളെ ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നു. ഈ ആഖ്യാനം അങ്ങയോട് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ശ്രീ ശുക ഉവാച. ശുകൻ അവിടെ പരീക്ഷത്തിനോട് പറയുന്നതാണ്. അങ്ങനെയല്ലേ കഥ വരുന്നത്, ഓർക്കുന്നുണ്ടല്ലോ. ശുകൻ പരീക്ഷത്തിനോട് പറയുന്നു. അതിനകത്ത് വിതുരമൈത്രേയ സംവാദത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പറഞ്ഞു. അതിനകത്ത് പ്രചേതസ്സുകളോട് പിന്നെ പ്രാചീന ബർഹിസ് പറയുന്നതും നാരദർ ചോദിക്കുന്നതും ആയിട്ടുള്ള കഥകൾ എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു. പുരഞ്ജനോപാഖ്യാനം മുഴുവൻ പറഞ്ഞു നാരദർ പിന്നെ അദ്ദേഹത്തോട്, പ്രാചീന ബർഹിസിനോട്. പിന്നെ വിതുരമൈത്രേയ സംവാദമായതുകൊണ്ട് അതും പറഞ്ഞു. അത് കഴിഞ്ഞ് ശ്രീശുകൻ നേരിട്ട് ഇപ്പം രാജാവിനോട് പറയുക, യേഷ ഉത്താനപദോ മാനവസ്യാനുവർണിതഃ വംശപ്രിയവ്രതസ്യാപി നിബോധ നൃപസത്തമാം. അപ്പം മനുപുത്രനായ ഉത്താനപാദൻ്റെ വംശം വിവരിച്ചു. ഇപ്പം പറഞ്ഞു കഴിഞ്ഞു.
ഇനി പ്രിയവ്രതൻ്റെ വംശത്തെപ്പറ്റി കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അതായത് ദേവഹൂതി മനുവിൻ്റെ വംശം ആണേ. മനു ശതരൂപി, അവരുടെ മക്കൾ ആകുതി, ദേവഹൂതി, പ്രസൂതി, പ്രിയവ്രതൻ, ഉത്താനപാദൻ്റെ വംശപരമ്പര കേട്ടു. ഇനി പ്രിയവ്രതൻ്റെ കേട്ടുകൊള്ളുക. യോ നാരദാദാത്മവിദ്യാമധിഗമ്യ പുനർമഹീം ഭുക്ത്വാ വിഭജ്യ പുത്രേഭ്യ ഐശ്വര്യം സമഗാത് പദം. യോ നാരദാദാത്മവിദ്യാം, അവിടം വരെ, അധിഗമ്യ പുനർമഹീം, നാരദാദ് ആത്മവിദ്യാം, മനുപുത്രനായ അതിൻ്റെ കഥ കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. ആ പ്രിയവ്രതൻ നാരദ മഹർഷിയിൽ നിന്ന് ആത്മജ്ഞാനത്തെ മനസ്സിലാക്കിയിട്ട് കുറേ കാലം രാജ്യപരിപാലനമൊക്കെ ചെയ്ത് പുത്രന്മാർക്ക് ഭൂമിയെല്ലാം വീതിച്ചു കൊടുത്തിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ ഐശ്വര്യമായ പദം നേടുകയും ചെയ്തു, മുക്തി നേടുകയും ചെയ്തു എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു. ഇമാം തുകൗഷാരവിണോപവർണിതാം ക്ഷത്ത നിശമ്യാജിതവാദസത്കഥാം പ്രവൃത്തഭാവോ ശ്രുകലാകുലോ മുനേർ ദധാരമൂർധ്നാചരണം ഹൃദാ ഹരേഹേ. മൈത്രേയൻ വർണ്ണിച്ചു പറഞ്ഞ ഭഗവാന്റെ ദിവ്യ ഗുണങ്ങളെയൊക്കെ വ്യക്തമാക്കുന്ന ആ പുണ്യകരമായ കഥകളെല്ലാം കേട്ടിട്ട് വിതുരൻ വളരെയധികം വർദ്ധിച്ച ഭക്തിയോടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ശിരസ മൈത്രേയൻ്റെയും ഹൃദയം കൊണ്ട് ഭഗവാന്റെയും പാദങ്ങളെ നമസ്കരിച്ചു, അല്ലെ പാദങ്ങളെ ധരിച്ചു, പാദങ്ങളെ മനസ്സിൽ വെച്ചു. വിതുര ഉവാച സോയമദ്യ മഹായോഗിൻ ഭവതാ കരുണാത്മന ദർശിതസ്തമസഃ പാരോ യത്ര കിഞ്ചന ഗോഹരിഃ. സോയമദ്യ മഹായോഗിൻ ഭവതാ കരുണാത്മന ദർശിതസ്തമസഃ പാരോ യത്ര കിഞ്ചന ഗോഹരിഃ. വിതുരൻ പറഞ്ഞു, അല്ലയോ മഹായോഗിൻ, കാരുണ്യപൂർണനായ അങ്ങ് പരമത്യാഗികൾക്ക് മാത്രം പ്രാപിക്കാൻ പറ്റിയ ഭഗവാൻ സന്നിധാനം ചെയ്യുന്ന ആ അജ്ഞാനത്തിൻ്റെ അതീതമായ സ്ഥാനം എനിക്ക് ഇപ്പോൾ കാണിച്ചു തന്നു. വിതുരർ പറയുകയാണ് മൈത്രേയ മഹർഷിയോട്, ആ ഭഗവാന്റെ എനിക്ക് ഇന്ന ഭക്തി ഉണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ഇപ്പോഴെനിക്കത് ഭഗവാന്റെ ഇരിപ്പിടം എങ്ങനത്തെ ശ്രേഷ്ഠമായതാണ് ആ ഭഗവാന്റെ സ്ഥാനം, അജ്ഞാനത്തിന് അതീതമായ ആ സ്ഥാനം എനിക്ക് കാട്ടിത്തന്നു. ഇതാനമ്യ തമാമന്ത്രിയ വിദുരോ ഗജസാഹ്വയം സ്വാനാം ദിദൃക്ഷുപ്രയയൗ ജ്ഞാതീനാം നിർവൃതാശേഹ ഇത്യാനമ്യ ഇതി ആനമ്യ തമാമന്ത്രിയ തം ആമന്ത്രിയ ഇതി ആനമ്യ തം ആമന്ത്രിയ വിദുരോ ഗജസാഹ്വയം സ്വാനാം ദിദൃക്ഷുപ്രയയൗ ജ്ഞാതീനാം നിർവൃതാശേഹ. ഇങ്ങനെ ശുകം പറയുക. ശ്രീ ശുകോവാച, ഇങ്ങനെ പറഞ്ഞ് നമസ്കരിച്ച് അനുവാദം വാങ്ങി വിതുരർ തൻ്റെ ബന്ധുക്കളെ കാണാൻ ആഗ്രഹിച്ച ആനന്ദത്തോടുകൂടി ഹസ്തിനപുരത്തിലേക്ക് യാത്രയായി. ദിദൃക്ഷു കാണാനായിട്ട് യാത്രയായി. നിർവൃതാശയം എല്ലാം കേട്ട് നല്ല നിർവൃതനായിട്ട് ഗജസാഹ്വയം, അതായത് ഹസ്തിനപുരത്തിലേക്കെന്നാണ് ഗജസാഹ്വയം എന്നുള്ള അർത്ഥം. 31 ഏതദ്യ ശൃണുയാത് രാജൻ രാജ്ഞാം ഹരി അർപ്പിതാത്മനാം ആയുർധനം യശസ്വസ്തി ഗതിം ഐശ്വര്യമാപ്നുയാത്. ഇത് വായിക്കുന്നവൻ ഭഗവത് അർപ്പിതമായ മനസ്സോട്, ഭഗവാനിൽ അർപ്പിച്ച മനസ്സോടുകൂടിയ രാജാക്കന്മാരുടെ ചരിതം, ഈശാന കഥ പോലെയുള്ള രാജാക്കന്മാരുടെ ചരിത്രമാണ്. ശ്രദ്ധാപൂർവം കേൾക്കുന്നവന് ആയുസ്, ധനം, യശസ്, മംഗളം, ഐശ്വര്യം എല്ലാത്തിനും മീതെ പരമമായ മുക്തിയും ലഭിക്കും അവർക്ക്. അപ്പം നമുക്ക് ഈ പഠിച്ചവർക്കൊക്കെ ഇതെല്ലാം കിട്ടും. അല്ലാതെ വെറുതെ പറയുന്നല്ല കേട്ടോ. കാരണം പഠിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്, അത് വായിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്, കേൾക്കാൻ ആർക്കൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ധന്യരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനും ഞാനും ധന്യയാണ്. കാരണം എനിക്കൊരു ആൾക്കാർ കേൾക്കാൻ എന്നെ കേൾക്കാനായിട്ട് ആളില്ലെങ്കിൽ എനിക്ക് പറയാനും പറ്റില്ല. അപ്പം എനിക്കൊരു ഇത് തന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഒരു വളരെയധികം നമസ്കാരം. ഈ ഒരു പ്രകരണം, ഈ ഒരു സ്കന്ധം, 4ാം സ്കന്ധം തീർന്നതോടുകൂടി വളരെ ഭക്തി ഉണ്ടാക്കുന്ന ഒരു അധ്യായമാണിത്. ഭക്തിക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തെഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്.
ഈ അധ്യായത്തിനകത്തെ അവസാനത്തെ അതിൻ്റെ ആത്മതത്വങ്ങളാണ് മുഴുവനും. അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ സ്കന്ധം, ചതുർത്ഥ സ്കന്ധം സമാപിച്ചു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പ്രചേതോപാഖ്യാനം നാമ ഏകത്രിംശത്തമോऽധ്യായ സമാപ്തോऽയം ചതുർത്ഥസ്കന്ധഃ. ഹരി ഓം.